everyone, welcome back to my channel. So ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ബോട്ടിൽ ആർട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും, പക്ഷെ നല്ല ഭംഗിയുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യും. ബിഗിനേഴ്സിന് വരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു ബോട്ടിലാണ്. ബോട്ടിലിൽ നമുക്ക് ജെസോ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഉണക്കിയിട്ടുണ്ടാവണം. അപ്പം ഞാനിപ്പം ഈ ജെസോ മേക്കിങ്ങിൻ്റെ വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം വന്നിട്ട് ഇതൊന്ന് കാണുക. അപ്പോൾ ജെസോ നിർബന്ധമായിട്ടും അടിക്കണം. എല്ലാ ബോട്ടിലും ജെസോ അടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ പെയിൻറ്റ് ചെയ്താൽ ചിലപ്പം പീൽ ചെയ്ത് പോവും. ഇതേപോലെ നമ്മൾ ഈ ബോട്ടിൽസൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പീൽ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജെസോ തന്നെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ യെല്ലോ കളറിലാണ് ചെയ്തിട്ടുള്ള. കളേർഡ് ജെസോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിച്ചവർക്കാണ് ഈ യെല്ലോ കളർ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് അന്ന് ചെയ്ത ബോട്ടിലാട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഞാനിവിടെ ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പം ആ യെല്ലോ കളർ അടിച്ചിട്ടുള്ള ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താ വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ക്യാപ്പോ അങ്ങനെ എന്തെങ്കിലും ഷേപ്സ് എടുത്തിട്ട് നമുക്ക് കുറച്ച് ഡിസൈൻസ് വരയ്ക്കാം. അപ്പം ഞാനിപ്പം വട്ടത്തിലാണ് വരയ്ക്കാൻ പോകുന്നത്. സർക്കിൾ ഡിസൈനാണ്. അപ്പം ഞാനിപ്പം ക്യാപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു ക്യാപ്പ് വെച്ചിട്ട് ജസ്റ്റ് അവിടെ റഫായിട്ട് സർക്കിൾസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ചെറിയൊരു ക്യാപ്പ് എടുത്തിട്ട് ഗ്യാപ്സ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഫെവിക്കോളിൻ്റെ ക്യാപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് എളുപ്പത്തിന് സർക്കിളാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ക്യാപ്പ് നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും ക്യാപ്പ് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ റാൻഡമായിട്ട് വരച്ചു കൊടുക്കുക. അതിന് പ്രത്യേകിച്ച് രീതിയൊന്നുമില്ല, അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എത്ര റൗണ്ട്സ് വേണമെങ്കിലും നമുക്ക് വരച്ചു കൊടുക്കാം. നമ്മുടെ ബോട്ടിലിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്ക് എണ്ണം കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഞാനൊരു നമ്മളുടെ പെന്നിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ക്യാപ്പ് ഉണ്ടാവില്ലേ, അപ്പോൾ അത് വെച്ചിട്ടാണ് കുഞ്ഞ് റൗണ്ട് വരയ്ക്കുന്നത്. അപ്പം നമുക്ക് ഹോൾഡ് ചെയ്യാനും പറ്റും. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കാം. അത് കുറച്ച് കൂർത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എളുപ്പത്തിന് ഞാനിപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അല്ലാതെ കൈവച്ചിട്ട് സർക്കിൾ വരയ്ക്കാൻ എളുപ്പമാച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ പെന്നിൻ്റെ നമ്മളുടെ ഒരു ഫ്രണ്ട് പോർഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വരയ്ക്കാനും പറ്റും. ഭയങ്കര സിമ്പിളായിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ചെറിയ ബട്ടൺസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വട്ടം വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ പൊങ്ങി നിൽക്കുന്നതാകുമ്പോൾ നമുക്ക് മേലെ കൈ വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ബോട്ടിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. കൂടുതലും നമ്മൾ ഏത് കളർ പെയിൻറ്റാണോ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിന് അടിച്ചിരിക്കുന്നത് അതിന് കോൺട്രാസ്റ്റ് ചെയ്യുന്നൊരു കളർ എടുക്കാൻ നോക്കുക. ഒരേ കളറോ അല്ലെങ്കിൽ അതിൻ്റെ ഡാർക്ക് ഷെയ്ഡോ എടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് എടുത്ത് കാണിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ യെല്ലോ അടിച്ചതുകൊണ്ട് ഞാനിപ്പോൾ ബ്ലൂ കളർ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ സർക്കിളിൻ്റെ ഉൾവശത്തിലൊഴികെ പുറത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, വളരെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് കുറച്ച് നേരിയ ഒരു ബ്രഷ് എടുത്തതിന് ശേഷം മാത്രം ഇത് ചെയ്യുക. കുറച്ച് ടൈം എടുത്ത് ചെയ്താൽ മതി, റിലാക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഈ സർക്കിളിൽ ആദ്യം ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഗ്യാപ്പെല്ലാം നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. വളരെ തിന്നായിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് നമുക്ക് ആ കുഞ്ഞി സർക്കിൾസ് എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ഗ്യാപ്പൊക്കെ വലിയ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്ലൂ വെച്ച് ചെയ്തതിന് ശേഷം ചെറിയ ബ്രഷ് വെച്ചിട്ട് ആ ഔട്ട്ലൈൻസ് എല്ലാം ഒന്ന് കൊടുത്ത് ഇപ്പം പെയിൻറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.